സ്ത്രീധന പീഡനത്തെ തുടർന്ന് എൻസിപി അജിത് വിഭാഗം മുൻ നേതാവിന്റെ മരുമകൾ കഴിഞ്ഞ ദിവസമാണ് പൂനെയിൽ ജീവനൊടുക്കിയത്. ഈ ഒരു സംഭവത്തിൽ പ്രതികൾക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ കർണാടക മുൻ മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എൻസിപി നേതാവായിരുന്ന രാജേന്ദ്ര ഭഗവാനെ, മകൻ സുശീൽ എന്നിവർ ഒളിവിലായിരുന്ന സമയത്ത് കൊങ്കോളി ടോൾ പ്ലാസയ്ക്കടുത്ത് റിസോർട്ടിൽ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും കർണാടക മുൻ മന്ത്രിയുമായ വീർകുമാർ പാട്ടീലിന്റെ മകൻ പ്രീതം പാട്ടീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജേന്ദ്ര ഹഗാവാനയുടെ മരുമകൾ വൈഷ്ണവിയെ കഴിഞ്ഞ 16-നാണ് പൂനെയിലെ ബാവ്തനിയിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 111 പവൻ സ്വർണവും വെള്ളിയും ഒരു ആഡംബര കാറും നൽകി വിവാഹം നടത്തിയിട്ടും വീണ്ടും ഭൂമി വാങ്ങാനായി 2 കോടി കൂടി ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഭർത്താവിന്റെ കുടുംബം വൈഷ്ണവിയെ നിരന്തരമായി തന്നെ പീഡിപ്പിച്ചിരുന്നു. ഒടുവിൽ അവർ നൽകിയ പരാതിയിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ശശാങ്ക്, ഭർത്തൃമാതാവ് ലത ഭഗവാനെ, ഭർത്തൃ സഹോദരി കരിഷ്മ എന്നിവരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം വൈഷ്ണവിയുടെ ശരീരത്തിൽ മരണസമയത്ത് 30-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. വൈഷ്ണവിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ 15 മുറിവുകൾ മരണത്തിന്റെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവിച്ചതാണ്. 11 മുറിവുകൾ 5 മുതൽ 7 ദിവസങ്ങൾക്കിടയിലും സംഭവിച്ചു. അതേസമയം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യുവതി ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങളാണ് ഭർത്തൃവീട്ടിൽ യുവതി അനുഭവിച്ചുകൊണ്ടിരുന്നത്. ശേഷം ഇത്തരത്തിൽ പ്രതികൾ ഒളിവിൽ പോകുകയായിരുന്നു. പ്രതികൾക്ക് താമസിക്കാനായിട്ട് സൗകര്യം ഒരുക്കിയ നേതാക്കളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. കർണാടക മുൻ മന്ത്രിയുടെ മകൻ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈഷ്ണവി ഭർത്തൃവീട്ടിൽ വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളായിരുന്നു ഏറ്റിരുന്നത്. അത് തന്നെ സൂചിപ്പിക്കുന്നതാണ് 30-ലേറെ മുറിവുകൾ. 111 പവനും കാറും നൽകിയിട്ടും പിന്നെയും കോടികളാണ് ഭർത്തൃവീട്ടുകാർ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനെ ചൊല്ലിയാണ് നിരന്തരം തർക്കങ്ങളും പിന്നീട് ഇത്തരത്തിൽ വലിയ മർദ്ദനങ്ങളിലേക്കും എത്തിയത്. 26 വയസ്സാണ് വൈഷ്ണവി. വൈഷ്ണവിക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതും. എന്തായാലും പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവം കൂടുതൽ വിവാദമായി കത്തിപ്പടരുകയാണ്. എന്തായാലും യുവതിയെ കൊലപ്പെടുത്തി എന്നത് അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലും ശക്തമായി കൊണ്ടിരിക്കുന്നത്. രാജേന്ദ്ര ഭഗവാനയുടെ മരുമകൾ വൈഷ്ണവിയെ കഴിഞ്ഞ 16-നാണ് പൂനെയിലെ ബാവ്തനിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടുത്ത സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസിലെ അന്വേഷണം മുറുകവെ കൂടുതൽ വിവാദമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് മരണസമയത്ത് ഈ 30 മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്.